പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് സാമൂഹിക പ്രവർത്തകനായ സോനം വാങ്ചുക് നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചതിൽ ആശ്വാസം പ്രകടിപ്പിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾക്കു വേണ്ടി നടത്തുന്ന സമരം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് രാവിലെ എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് വാങ്ചുക്കിന്റെ സമരത്തിന് അഭിനന്ദനം അറിയിച്ചത്. 26 ദിവസത്തിന് ശേഷം സോനം സാർ നിരാഹാര സമരം അവസാനിപ്പിച്ചതിൽ ഞങ്ങൾക്ക് ആശ്വാസവും നന്ദിയുമുണ്ട്. അസാധാരണപരമായ ധൈര്യത്തിനും ത്യാഗത്തിനും നന്ദി. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അദ്ദേഹം ഒരു രാജ്യത്തിന്റെ മുഴുവൻ മനസാക്ഷിയെയും ഉണർത്തി. അദ്ദേഹത്തിന്റെ ജീവൻ ഈ രാജ്യത്തിന് ഏറെ വിലപ്പെട്ടതാണെന്നും ദീപ്കെ കുറിച്ചു. അതേസമയം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചതോടെ പ്രക്ഷോഭം അവസാനിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളും ചൂണ്ടിക്കാട്ടിയാണ് വാങ്ചുക് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയത്. ഗുരുഗ്രാമിലെ മെദാന്ത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയുടെയും ജിതേന്ദ്ര സിംഗിന്റെയും സാന്നിധ്യത്തിലാണ് വാങ്ചുക് 26 ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചത്. സർക്കാരുമായി നടത്തിയ ദീർഘനേരത്തെ ചർച്ചകൾക്കു ശേഷമാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, ലേ ലഡാക്ക് അപ്പെക്സ് ബോർഡിലെ മുതിർന്ന നേതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ 26 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 65 MP-മാർ എന്നെ സന്ദർശിക്കുകയും സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ദീർഘനേരത്തെ ചർച്ചകൾക്കും രാജ്യത്ത് അക്രമം ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് ഈ തീരുമാനമെടുത്തത്. എവിടെയും ഒരു തരത്തിലുള്ള അക്രമവും അനുവദിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് എക്സിൽ കുറിച്ചു. അതേസമയം ദില്ലിയിലെ CJP സമരത്തെ തുടർന്ന് 200 പേർ കരുതൽ കസ്റ്റഡിയിലാണ്. ദില്ലിയിലെ വിവിധ ജില്ലകളിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. സമരത്തിന് കുരുമുളക് സ്പ്രേയുമായി അടക്കം എത്തിയവരാണ് കസ്റ്റഡിയിലായത്. ഇതിൽ ഗുണ്ടാ സംഘങ്ങളും ഉൾപ്പെടുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. UP, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ അല്ലാത്തവരാണ് കസ്റ്റഡിയിലുള്ളതെന്നും പോലീസ് അറിയിച്ചു. 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടയ്ക്കുമെന്നും വ്യക്തമാക്കി. അതേസമയം CJP സർക്കാർ ചർച്ച ഇന്ന് നടന്നേക്കുമെന്നും സൂചനയും പുറത്തു വരുന്നുണ്ട്. വേദിയുടെ കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ വെച്ച് ചർച്ച നടന്നേക്കുമെന്നാണ് വിവരം. ഇന്ന് 12:30 കൂടിക്കാഴ്ച നടക്കുക. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ ജന്തർ മന്ദറിലെ പ്രതിഷേധം തുടരുമെന്ന് CJP നിലപാട്. ദ്രുതകർമ്മസേന പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചുവെന്ന മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനടക്കം 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ CRPF നിർദ്ദേശം നൽകി. വിദ്യാർത്ഥി സമരത്തിന് നേരെ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. പരിക്കേറ്റവർ ചികിത്സയിൽ തുടരുകയാണ്. പ്രദേശത്ത് ഇന്റർനെറ്റ് നിയന്ത്രണം തുടരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.